ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ കേരള PSC 2016 നടത്തിയ വയർമാൻ ട്രേഡിൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ട്രേഡ്സ്മാൻ്റെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ട്രേഡ്സ്മാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. 2016 ആ ഒരു കാലഘട്ടത്തിൽ കേരള PSC വളരെ കളർഫുൾ ആയിട്ടുള്ള പേപ്പറുകളിലായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിങ്ക്, ഗ്രീന്, യെല്ലോ, ഇങ്ങനെ പല കളർഫുൾ ആയിട്ടുള്ള ബ്ലൂ, ഇങ്ങനെ പല കളറിലായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ അതേ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടാണ് നമ്മൾ അതിൽ എഴുതിയിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതും അതേ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനകത്ത് സാധാരണ ഞാൻ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ഫോണ്ടാണ് യൂസ് ചെയ്യാറ് എഴുതാൻ. ഇതിൽ റെഡ് കളർ ആയതുകൊണ്ട് തന്നെ, പിങ്ക് കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലുള്ള പേന യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ബ്ലൂ ഇങ്കിലുള്ള പേന യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ റൈറ്റിങ്സിന് ക്ലാരിറ്റി ചെറിയൊരു കുറവുണ്ടാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ ഞാൻ ഇതിനെ ടൈപ്പ് ചെയ്തെടുക്കണം. ഇത് നമുക്കൊരു PDF-ലേക്കോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല ക്വസ്റ്റ്യൻസ്. അതുകൊണ്ടാണ് അതിൽ ഞാൻ ആദ്യമേ ക്ഷമ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഷേപ്പ് ആൻഡ് കളർ ഓഫ് മാൻഡേറ്ററി സൈൻ ഈസ്. നമുക്ക് സേഫ്റ്റി സൈനുകൾ 4 സേഫ്റ്റി സൈനുകളാണുള്ളത്. ഒന്ന് പ്രൊഹിബിഷൻ സൈൻ, അതായത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത സൈനിനെയാണ് പ്രൊഹിബിഷൻ സൈൻ എന്ന് പറയുന്നത്. പ്രൊഹിബിഷൻ സൈനിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സർക്കുലാർ ഷേപ്പിലാണ്. സർക്കുലാർ ഷേപ്പുള്ള സൈൻ ബോർഡിൽ ബ്ലാക്ക് സിമ്പിളാണ് ഉണ്ടാവുക ഓൺ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് സിമ്പിൾ വിത്ത് എ റെഡ് ക്രോസ് മാർക്ക്, ഒരു ചുവന്ന ക്രോസ് മാർക്കോട് കൂടിയിട്ടുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലാക്ക് സിമ്പിളാണ്, സർക്കുലർ ഷേപ്പാണ്. രണ്ടാമത്തെ സിമ്പിളാണ് മാൻഡേറ്ററി സൈൻ എന്ന് പറയുന്നത്. മാൻഡേറ്ററി സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ് മാൻഡേറ്ററി സൈൻ എന്ന് പറയുന്നത്. മാൻഡേറ്ററി സൈനിൻ്റെ ഷേപ്പും സർക്കുലർ ഷേപ്പ് തന്നെയാണ്. ഇത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലുള്ള വൈറ്റ് സിമ്പിളാണ് നോർമലി നമ്മൾ മാൻഡേറ്ററി സൈനിനെ യൂസ് ചെയ്യുന്നത്. അടുത്ത സൈനാണ് വാർണിംഗ് സൈൻ. വാർണിംഗ് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹസാർഡിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളെ കാണിക്കുന്ന, ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, വാൺ ചെയ്യുന്ന സൈനാണ് വാർണിംഗ് സൈൻ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ വാർണിംഗ് സൈൻ ബോർഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഷേപ്പിലാണ് വാർണിംഗ് സൈൻ ബോർഡ് ഉണ്ടാവുക. ഇതിൽ ബ്ലാക്ക് സിമ്പിളാണ് ഉണ്ടാവുക ഓൺ യെല്ലോ ബാക്ക്ഗ്രൗണ്ട്. അടുത്തത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള സൈനാണ് ഇൻഫർമേഷൻ സൈൻ. ഇൻഫർമേഷൻ സൈൻ നോർമലി സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ ഒബ്ലോങ് ഷേപ്പിലാണ് ഉണ്ടാവുക. ഇതും വൈറ്റ് സിമ്പിളാണ്, പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാൻഡേറ്ററി സൈനാണ്. മാൻഡേറ്ററി സൈനിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പാണ്, വൈറ്റ് സിമ്പിളാണ്, ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലാണ്. ഓപ്ഷൻ ബി. Open circuit test should be conducted before the dash to make the sure that the complete circuit included in the circuit test. In the test, അപ്പോൾ നമ്മൾ ഒരു വയറിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഇൻസുലേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇൻസുലേഷൻ ടെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇൻസുലേഷൻ കപ്പാസിറ്റി, ലീക്കേജ് കറണ്ടൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഇൻസുലേഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സർക്യൂട്ടിനകത്തുള്ള എല്ലാ കമ്പോണൻറ്റും സർക്യൂട്ടിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ആദ്യം ഉറപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ഇൻസുലേഷൻ ടെസ്റ്റിൻ്റെ മുൻപെയാണ്. ഓപ്ഷൻ എ. വിച്ച് ടൂൾ ഈസ് നോട്ട് യൂസ്ഡ് ഫോർ മേക്കിംഗ് പൈലറ്റ് ഹോൾസ് ഓൺ വുഡൻ ഓർ മെറ്റൽ ആർട്ടിക്കിൾ. ഈ പൈലറ്റ് ഹോള് ഉണ്ടാക്കാൻ ഉപയോഗിക്കാത്തത് ഏതാണെന്നാണ്. സെൻറ്റർ പഞ്ച് എന്ന് പറയുന്നത് നമ്മൾ മെറ്റലിൻ്റെ മുകളിൽ പൈലറ്റ് ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഡ്രില്ലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സെൻറ്റർ പഞ്ച് യൂസ് ചെയ്യുക. ബ്രോഡ് ഹോൾ എന്ന് പറയുന്നതും വുഡൻ്റെ മേലെ, വുഡൻ പാഷൻ്റെ മുകളിൽ അല്ലെങ്കിൽ വുഡൻ ആർട്ടിക്കിളിൻ്റെ മുകളിൽ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രാവൾ യൂസ് ചെയ്യുക. പോക്കറും അതേപോലെ തന്നെ വുഡൻ ആർട്ടിക്കിളിൻ്റെ മുകളിൽ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോക്കർ യൂസ് ചെയ്യുന്നത്. റാവൽ പ്ലഗ് ടൂൾ എന്ന് പറയുന്നത് ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അത് നമ്മുടെ സ്ക്രൂയുടെ സ്ക്രൂയുടെ അറ്റാച്ച്മെൻറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നോർമൽ നൈലോൺ പ്ലഗ് പോലെയുള്ള സാധനമാണ് റാവൽ പ്ലഗ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കട്ടിംഗ് ടൂൾ അല്ലാത്തത്, മാർക്കിംഗ് ടൂൾ അല്ലാത്തത്. വാട്ട് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് മോട്ടോർ. ഇലക്ട്രിക് കറണ്ട് നമുക്ക് ഒരുപാട് എഫക്റ്റുകളുണ്ട്. ഹീറ്റിംഗ് എഫക്റ്റ്, കെമിക്കൽ എഫക്റ്റ്, മാഗ്നറ്റിക് എഫക്റ്റ്, ഷോക്ക് എഫക്റ്റ്, എക്സ്റേ എഫക്റ്റ്, ഇങ്ങനെ ഒരുപാട് എഫക്റ്റുകൾ ഇലക്ട്രിക്കൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ കറണ്ടിൽ മോട്ടോർ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് എഫക്റ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് മോട്ടോർ എന്ന് പറയുന്നത്. കെമിക്കൽ എഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ്, സെൽസ് ഒക്കെ കെമിക്കൽ എഫക്റ്റിൽ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. ഇലക്ട്രിക് അയൺ ഒക്കെ ഹീറ്റിംഗ് എഫക്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. ഷോക്ക് എഫക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്
ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റിലാണ്, അതായത് സൈക്കാട്രിക് അല്ലെങ്കിൽ മെൻ്റൽ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഷോക്ക് ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ ആ കറണ്ടിൻ്റെ കൺട്രോൾഡ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. The method of fire extinguishing by isolating the fire from the supply of oxygen by blanketing it is known as. നമ്മൾ ഫയർ ഉണ്ടാവാനുള്ള 3 കാരണങ്ങളാണുള്ളത്. ഒന്ന് ഫ്യൂവൽ, രണ്ടാമത്തത് ഓക്സിജൻ, മൂന്നാമത്തത് ടെമ്പറേച്ചർ. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഫയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫയറിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി? കൺട്രോൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിനൊന്ന് കൺട്രോളിൽ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്യൂവലിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ സപ്ലൈയെ കട്ട് ചെയ്യുന്ന, റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്റ്റാർവിങ്. സ്റ്റാർവിങ് ചെയ്ത് നമുക്ക് ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. സ്റ്റാർവിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ സപ്ലൈ നമ്മൾ കട്ട് ചെയ്യുന്നു. രണ്ടാമത് ഓക്സിജൻ കട്ട് ചെയ്യുക, അതാണ് നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ. അതിനെ പറയുന്ന പേരാണ് സ്മൂത്തറിങ് എന്ന് പറയും. മൂന്നാമത്തതാണ് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക, അതാണ് നമ്മൾ കൂളിംഗ് എന്ന് പറയും. ഈ 3 മെത്തേഡിലൂടെയാണ് നമ്മൾ നോർമലി ഫയർ എക്സ്റ്റിങ്വിഷ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഓക്സിജൻ കട്ട് ചെയ്യുക, വിച്ച് ഈസ് സ്മൂത്തറിങ്. വാട്ട് ഡസ് SWG സ്റ്റാൻഡ്സ് ഫോർ? SWG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്ന് പറയുന്ന ടൂളാണ് SWG. വയറിൻ്റെ ഡയമീറ്ററും തിക്നെസ്സൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് SWG അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വയർ ഗേജ്. കോമ്പിനേഷൻ പ്ലെയർസ് ആർ നോട്ട് യൂസ്ഡ് ഫോർ. കോമ്പിനേഷൻ പ്ലെയർ നമ്മൾ നോർമലി കട്ട് ചെയ്യാൻ, അതേപോലെ തന്നെ ട്വിസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, പുള്ളിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോൾഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്രിപ്പിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ടൂളാണ് നമ്മൾ കട്ടിംഗ് ടൂൾ എന്ന് പറയുന്നത്. കട്ടിംഗ് ടൂൾ ഒരിക്കലും നമ്മൾ ഹാമറായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അത് കുറച്ച് ഹെയ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഹാൻഡിൽ പിടിച്ചിട്ട് നമ്മൾ വെയിറ്റുള്ള ഭാഗം വെച്ചിങ്ങേണ്ട ഹാമറായിട്ട് ചില സമയങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഹാമറിങ്ങിന് വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യരുത്? കോമ്പിനേഷൻ പ്ലെയറിനെ യൂസ് ചെയ്യരുത്. ആർമറിങ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ കേബിൾസ് ടു സേഫ് ഗാർഡ് എഗെയിൻസ്റ്റ്. ആർമറിങ്, നമ്മളൊരു QG കേബിളിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ഇനീഷ്യലി ഫസ്റ്റ് അതിനൊരു കോർ ഉണ്ടാവും, അതിലാണ് നമ്മൾ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നത്. കോറിനെ ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻസുലേറ്റർ ഉണ്ടാവും, ഇൻസുലേഷൻ മെറ്റീരിയൽ ഉണ്ടാവും. ഇൻസുലേഷൻ കഴിഞ്ഞിട്ട് ഈ കേബിളിനെ മോയ്സ്ചറിൽ നിന്നും കെമിക്കൽ ആക്ടിവിറ്റികളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റാലിക് ഷീത്ത് എന്ന് പറയുന്ന 3ാമത്തെ ലെയർ ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ലെയറാണ് ബെഡിങ് എന്ന് പറയും. ഈ മെറ്റാലിക് ഷീത്തിനെ ആർമറിങ്ങിൽ നിന്നും, അതേപോലെ തന്നെ കേബിളിനെ മെറ്റാലിക് ഷീത്തിനെ നെക്സ്റ്റ് ലെയറായ ആർമറിങ്ങിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെഡിങ് യൂസ് ചെയ്യുന്നത്. അടുത്ത ലെയറാണ് ആർമറിങ് എന്ന് പറയും. ആർമറിങ്ങിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് കേബിളിൻ്റെ മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ആർമറിങ്ങിൻ്റെ ഫംഗ്ഷൻ. അതാണ് നമ്മുടെ ചോദ്യം. ഇനി ആർമറിങ് കഴിഞ്ഞ് വരുന്ന പോർഷനാണ് സെർവിങ് എന്ന് പറയും. നമ്മൾ ഓൾ ഓവർ ദ കേബിൾ, അതുപോലെ തന്നെ ആർമറിങ്ങിനെയൊക്കെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലെയറാണ് സെർവിങ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9. ദ ഫ്ലോട്ട്സ് യൂസ്ഡ് ഇൻ ബുക്കോൾസ് റിലേ ഈസ് ഓപ്പറേറ്റഡ് ബൈ. ബുക്കോൾസ് റിലേ എന്ന് പറയുന്നത് നമ്മളെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റിലേ ആണ് ബുക്കോൾസ് റിലേ. ട്രാൻസ്ഫോമർ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ബബിൾസ്, അതിൽ വരുന്ന ഇതിൻ്റെ വേരിയേഷൻ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി ബുക്കോൾസ് റിലേ എന്ന് പറയുന്നത്. ബുക്കോൾസ് റിലേയിൽ യൂസ് ചെയ്യുന്ന സ്വിച്ച് എന്ന് പറയുന്നത് മെർക്കുറി സ്വിച്ചസ് ആണ്. ഇനി ഇതിനകത്ത് സെൻട്രിഫ്യൂഗൽ സ്വിച്ച് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ സ്റ്റാർട്ടിങ് വൈൻഡിങ്, ഒരു മോട്ടോറിൻ്റെ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിനെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ സ്വിച്ച് യൂസ് ചെയ്യുന്നത്. ഒരു മോട്ടറിൻ്റെ സ്റ്റാർട്ടിങ് വൈൻഡിങ്ങിനെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10. എ സോഴ്സ് ഓഫ് EMF ഈസ് റിക്വയർഡ് ഇൻ ഓർഡർ ടു. എ സോഴ്സ് ഓഫ് EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിൽ കൂടെയുള്ള ഇലക്ട്രോണിനെ മോഷൻ ചെയ്യാൻ വേണ്ടി, ഇലക്ട്രോണിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സിനെ പറയുന്ന പേരാണ് EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി. 3 resistors are connected in series across a 27 volt supply. The second resistor has twice the resistance of the first. The third resistor has thrice the resistance of the second. The voltage across the third resistor is. 3 റെസിസ്റ്റൻസ് നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ 6 ആയിട്ട് ഞാൻ അസ്യൂം ചെയ്താൽ, രണ്ടാമത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആദ്യത്തതിന്റെ 2 മടങ്ങും, മൂന്നാമത്തത് രണ്ടാമത്തതിന്റെ 3 മടങ്ങുമാണ്. രണ്ടാമത്തതിന്റെ 3 മടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2R × 3 6R വരും. ഇതാണ് എൻ്റെ ടോട്ടൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ 27 വോൾട്ട് സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് V/R, ടോട്ടൽ റെസിസ്റ്റൻസ്. സോ V എന്ന് പറഞ്ഞാൽ 27, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 + 2 + 1 ദാറ്റ് ഈസ് 9, ദാറ്റ്സ് ഈക്വൽ ടു 3 ആംപിയർ. ഞാൻ ആറിനെ അപ്രോക്സിമേറ്റ്ലി 1 ആയിട്ട് അസ്യൂം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ 3 ആംപിയർ ആണ് ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 6R അല്ലെങ്കിൽ 6 ഓം റെസിസ്റ്റൻസിലുള്ള ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 6 ദാറ്റ് ഈസ് 18 വോൾട്ട് ആയിരിക്കും അവിടെയുള്ള ഡ്രോപ്പ്. ഓപ്ഷൻ എ. അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ദ ആംഗിൾ ബിറ്റ്വീൻ തമ്പ്, മിഡിൽ ഫിംഗർ ആൻഡ് ഫോർഫിംഗർ മസ്റ്റ് 2. ഏത് ലോ ആയാലും ശരി, ഫ്ലെമിങ്ങിൻ്റെ ഏത് ലോ ആയാലും ശരി, റൈറ്റ് ഹാൻഡ് റൂൾ ആയാലും ശരി, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആയാലും ശരി, അതിൻ്റെ 3
ഫിംഗറുകൾ, നമ്മുടെ തമ്പും മിഡിൽ ഫിംഗറും ഫോർ ഫിംഗറും മ്യൂച്വലി 90 ഡിഗ്രി ആംഗിളിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ മ്യൂച്വലി റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ. ദ സ്റ്റാൻഡേർഡ് സപ്ലൈ ഫ്രീക്വൻസി ഇൻ ഇന്ത്യ ഈസ് 50 ഹെഡ്സ്. 50 ഹെഡ്സ് ആണ് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് സപ്ലൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഓപ്ഷനിൽ 50 ഹെഡ്സ് എന്നുള്ളതിന് പകരം തന്നിരിക്കുന്നത് 50 സൈക്കിൾസ് പെർ സെക്കൻഡ്സ് ആണ്. ഫ്രീക്വൻസിയുടെ ഡെഫിനിഷൻസ് ആണ് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് ആസ് ഫ്രീക്വൻസി. അപ്പോൾ 50 ഹെഡ്സ് എന്ന് പറയുന്നതും 50 സൈക്കിൾസ് പെർ സെക്കൻഡ്സ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. luminous efficiency of fluorescent tube. Fluorescent ട്യൂബിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 60 lumens per watt ആണ്. ഇനി നമ്മൾ ഒരു ഇൻകാൻഡസൻ ലാമ്പിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 8 മുതൽ 40 lumens per watt ആണ്. വാട്ട്സ് അല്ല, lumens per watt ആണ്. ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 18 lumens per watt ആണ്. ലോ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പിൻ്റെത് 101 മുതൽ 175 വരെയാണുള്ളത്. ഹൈ പ്രഷർ സോഡിയം വേപ്പർ ലാമ്പിലേക്ക് വരികയാണെങ്കിൽ 67 to 121 ആണുള്ളത്. മെർക്കുറി വേപ്പർ ലാമ്പിൻ്റെതാണെങ്കിൽ എഫിഷ്യൻസി 30 മുതൽ 40 lumens per watt ആണ്. If two capacitors having capacitance C1 and C2 are connected in series, the total capacitance in the circuit is, രണ്ട് capacitors parallel ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ capacitance 1/C is equal to 1/C1 plus 1/C2. അപ്പോൾ ഇതിനകത്ത് സിയുടെ വാല്യൂ എടുക്കുന്ന സമയത്ത് C equal to C1 C2 divided by C1 plus C2. ഓപ്ഷൻ ബി. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ്? മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസിനെയാണ് നമ്മൾ മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുക. കറണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്, നമ്പർ ഓഫ് ടേൺസിൻ്റെ യൂണിറ്റ് ടേൺസ് ആണെങ്കിൽ നമ്മുടെ മാഗ്നെറ്റോമോട്ടീവ് ഇപ്പോൾ എം എഫിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ടേൺ ആണ്. വോൾട്ട് എന്ന് പറയുന്നത് ഇ എം എഫിൻ്റെ അല്ലെങ്കിൽ വോൾട്ടേജിൻ്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് ആണ്. ആംബിയർ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ യൂണിറ്റ് ആണ്. വെബർ എന്ന് പറയുന്നത് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ആണ്. Next, whenever the magnetic flux linking with a conductor changes, an EMF is induced in that conductor. The above statement is Fleming's law of electromagnetic induction. Sorry, Faraday's law of electromagnetic induction. Faraday's law of electromagnetic induction ആണ് എവിടെ ഒരു കണ്ടക്ടറിനകത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇനി വെബർ ആൻഡ് ഇർവിംഗ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെറ്റീരിയൽസിനും ഏത് സബ്സ്റ്റൻസിനും ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട് എന്ന് പറയുന്നതാണ് വെബർ ആൻഡ് ഇർവിംഗ് ലോ. ദെൻ ഇർവിംഗ് ലോ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോളിസിസ് പ്രോസസ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ മാസ് എന്ന് പറയുന്നത് അതിൽ പാസ് ചെയ്യുന്ന ചാർജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയുന്നതാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. കുളൂംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷനെ പറയുന്ന ലോയാണ് കുളൂംസ് ലോ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ is directly proportional to product of the charges and inversely proportional to square of the distance between the charges. According to Steinmann's hysteresis law, hysteresis laws is directly proportional to Vm raised to 1.6. Which of the following is a diamagnetic material? Not a diamagnetic material. Diamagnetic material എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റ് വീക്ക്ലി റിപ്പൽ ചെയ്യുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുക. ഈ തന്നിരിക്കുന്നതിൽ ഗ്ലാസ് ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്, വാട്ടർ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്, സൾഫർ ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. എന്നാൽ എയർ എന്ന് പറയുന്നത് ഒരു ഇത് മൂന്നും വാട്ടറും സൾഫറും ഗ്ലാസും ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. പക്ഷേ എയർ എന്ന് പറയുന്നത് ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സബ്സ്റ്റൻസ് വീക്ക്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റ് കൊണ്ട് വീക്ക്ലി അട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. വിച്ച് സീരീസ് MCBs ആർ ഡിസൈൻ ടു പ്രൊട്ടക്ട് സർക്യൂട്ട് വിത്ത് ഇൻഡക്റ്റീവ് ലോഡ്? നമുക്ക് ഒരുപാട് ടൈപ്പ് സീരീസ് ഓഫ് MCBs ഉണ്ട്. അതിനകത്ത് L സീരീസ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് റെസിസ്റ്റീവ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ L സീരീസ് യൂസ് ചെയ്യുക. G സീരീസ് യൂസ് ചെയ്യുന്നത് ഇൻഡക്റ്റീവ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, ഇൻഡക്റ്റീവ് സർക്യൂട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് G സീരീസ് യൂസ് ചെയ്യുന്നത്. DC കൺട്രോൾ സർക്യൂട്ടുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DC സീരീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇൻഡക്റ്റീവ് ലോഡിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ G സീരീസ് ആണ്. Out of the four metal or alloys given below, one has almost no change in resistance for a change in temperature. ഇതിനെ പറയുന്ന പേരാണ് സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അതായത് ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിൽ ചേഞ്ചസ് ഒന്നും കാര്യമായിട്ടില്ലാത്ത സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് മെറ്റീരിയലിന് എക്സാമ്പിൾ ആണ് മാംഗനീനും അതേപോലെ തന്നെ യുറേക്കയും. ഇത് രണ്ടും സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റിനുള്ള എക്സാമ്പിളാണ്. തന്നിരിക്കുന്നതിലെ മാംഗനീനാണ് സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. As per the recommendation of BIS and NEC, the minimum clearance between the ceiling and the plane of the blade of a ceiling fan shall not be less than
300 mm. നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോഴും ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ്. 300 mm. അവിടെയും പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ പറയുന്നു. നമ്മളൊരു റൂമിൻ്റെ അകത്ത് സ്വിച്ച് ഫിറ്റ് ചെയ്യുന്നത് ഫ്ലോറിൽ നിന്നും 1.3 മീറ്റർ ഹൈറ്റിലാണ്. ലൈറ്റ് ഫിറ്റിംഗ്സ് എല്ലാം ചെയ്യുന്നത് 2.25 മീറ്റർ ഹൈറ്റിലാണ്. ഫാൻ ഫിറ്റ് ചെയ്യുന്നത് 2.4 മീറ്റർ ഹൈറ്റിലാണ് ഫ്രം ദി ഗ്രൗണ്ട്. ടു കൺട്രോൾ 1 ലാമ്പ് ഫ്രം 3 പ്ലേസസ്, ഒരു ലാമ്പിനെ 3 സ്ഥലത്ത് നിന്ന് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് 2 2-വേ സ്വിച്ചും അതേപോലെ തന്നെ ഒരു ഇന്റർമീഡിയറ്റ് സ്വിച്ചും ആവശ്യമുണ്ട്. ഓപ്ഷൻ ഡി. Then, in a simple voltaic cell, zinc plate is amalgamating with mercury to prevent. Zinc plate amalgamate ചെയ്യുന്നത് ലോക്കൽ ആക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സിമ്പിൾ വോൾട്ടായിക് സെല്ലിനകത്ത് ഉണ്ടാകുന്ന ലോക്കൽ ആക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ലോക്കൽ ആക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിങ്ക് പ്ലേറ്റിൽ നിന്നും ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോക്കൽ ആക്ഷൻ എന്ന് പറയാം. H2 ഇവോൾവ് ചെയ്യുന്നതിനാണ് ലോക്കൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഓപ്പൺ കണ്ടീഷനിൽ സിങ്ക് പ്ലേറ്റിൽ നിന്നും H2 ഇവോൾവ് ചെയ്യുന്നതിനെയാണ് ലോക്കൽ ആക്ഷൻ എന്ന് പറയുന്നത്. പോളറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം H2 ഇവോൾവ് ചെയ്യുന്നു ഫ്രം ദ കോപ്പർ പ്ലേറ്റിനകത്ത് H2 ഗ്യാസ് ഇവോൾവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോളറൈസേഷൻസ് എന്ന് പറയുന്നത്. ബക്ലിംഗ് എന്ന് പറയുന്നതും സൾഫേഷൻ എന്ന് പറയുന്നതും ലെഡ് ആസിഡ് സെല്ലിനകത്തുള്ള ഡിഫക്റ്റുകളാണ്. അതായത് ഓവർ ചാർജിങ് കൊണ്ടോ ഡിസ്ചാർജിങ് കൊണ്ടോ അതിൻ്റെ പ്ലേറ്റുകൾ ബെൻഡ് ആവുന്നതിനെയാണ് നമ്മൾ ബക്ലിംഗ് എന്ന് പറയുക. ഓവർ ഡിസ്ചാർജിങ് കൊണ്ട് നമ്മുടെ സെല്ലിൻ്റെ ഹൈ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സൾഫേഷൻ എന്ന് പറയുന്നത്. In a parallel plate capacitor, if the dielectric slab is introduced, the potential difference between the plate will be. നമ്മൾ ഒരു കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ C is equal to epsilon 0 A/d ആണ്. അപ്പോൾ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇതിൻ്റെ പ്ലേറ്റിൻ്റെ ഇടയിൽ നമ്മളൊരു ഡൈലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ നോർമലി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അതായത് ഇവിടെയുള്ള ഈ ഡിസ്റ്റൻസ് മാറുന്നതുകൊണ്ട് ഈ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ C is equal to Q/B പ്രകാരം വിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും. കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിക്രീസ് ചെയ്യും. The number of light points admissible in one circuit are. ഒരു ലൈറ്റ് സർക്യൂട്ടിനകത്ത് ആസ് പെർ ഐൽ റൂൾ പ്രകാരം അഡ്മിസ് ചെയ്തിരിക്കുന്ന സർക്യൂട്ടുകളുടെ എണ്ണം അല്ലെങ്കിൽ പോയിന്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10 പോയിന്റോ അല്ലെങ്കിൽ 800 വാട്ട്സോ ആണ്. ഇനി ഇത് പവർ സർക്യൂട്ട് ആണെങ്കിൽ അത് 2 പോയിന്റോ അല്ലെങ്കിൽ 3000 വാട്ട്സോ ആണ് പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇത് 4 പോയിന്റും 400 വാട്ട്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1600 വാട്ട്സായി പെർമിറ്റ് ചെയ്യാൻ പറ്റില്ല. 8 പോയിന്റും 200 വാട്ട്സ് എന്ന് പറയുന്നതും 1600 വാട്ട്സായി പെർമിറ്റ് ചെയ്യാൻ പറ്റില്ല. 12 പോയിന്റ് തന്നെ നമുക്ക് പെർമിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കേസും പോസിബിൾ അല്ല. 8 പോയിന്റും 100 വാട്ട്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 800 വാട്ട്സേ വരുള്ളൂ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ബയോനെറ്റിക് ക്യാപ്പ് ലാമ്പ് ഹോൾഡർ cannot be used for lamp having wattage rating more than 200 watt. 200 വാട്ട്സിന് മുകളിൽ നമ്മൾ ബയോനെറ്റിക് ക്യാപ്പ് ലാമ്പ് ഹോൾഡർ യൂസ് ചെയ്യാറില്ല. Other than nichrome, which of the following material are used as a heating element? നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ഹീറ്റിംഗ് എലമെന്റ് ആണ് നിക്രോം എന്ന് പറയുന്നത്. നിക്രോം അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റിംഗ് എലമെന്റ് ആണ് കാന്തൽ എന്ന് പറയുന്നത് നമ്മൾ നോർമലി വാട്ടർ ഹീറ്ററിനകത്തുള്ള ഹീറ്റിംഗ് എലമെന്റ് ആണ് കാന്തൽ എന്ന് പറയുന്നത്. ടങ്സ്റ്റൺ എന്ന് പറയുന്നത് ഒരു ഫിലമെന്റ് ആണ്, ലാമ്പിലെ ഫിലമെന്റ് ആണ്. പോർസലൈൻ എന്ന് പറയുന്നത് ലൈൻ ഇൻസുലേറ്ററിന്റെ മെറ്റീരിയൽ ആണ് പോർസലൈൻ എന്ന് പറയുന്നത്. ഇൻസുലേഷൻ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് മൈക്ക. 1 calorie is equal to 1.187 joule. ഇതൊരു സ്റ്റാൻഡേർഡ് റിലേഷൻ ആണ്. 1 calorie is equal to 4.187 joules. A 1 kilowatt 230 volt kettle is connected to 15 ampere plug socket using a power cord rated to carry 15 amperes. What should be the fuse rating of this appliance circuit? അപ്പോൾ പവർ 1 kilowatt തന്നിട്ടുണ്ട്, വോൾട്ടേജ് 230 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് P is equal to VI ആണെങ്കിൽ I is equal to P/V. 1000 divided by 230 that's equal to 4.3 ആംപിയർ എന്ന് വരും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫ്യൂസ് എന്ന് പറയുന്നത് 4.3 ആംപിയറിന് മേലെയാണ്. അപ്പോൾ ഇതിനകത്ത് 4.3 ആംപിയർ മേലെയുള്ള ഫ്യൂസ് എന്ന് പറയുന്നത് 6 ആംപിയർ ഫ്യൂസ് ആണ്. A heater with a short circuited heating element is tested with a series test lamp. The test lamp will glow normally. അത് നോർമലായിട്ട് ഗ്ലോ ചെയ്യും. The unit of luminous intensity. Luminous intensity യൂണിറ്റ് ആണ് കാൻഡിലാണ് luminous intensity യൂണിറ്റ്. സ്റ്റിറേഡിയൻ എന്ന് പറയുന്നത് സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് ആണ്. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ് റേഡിയൻ. ലുമൻ എന്ന് പറയുന്നത് luminous ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് ലുമൻ എന്ന് പറയുന്നത്. ഇലുമിനേഷന്റെ യൂണിറ്റ് ആണ് ലക്സ് എന്ന് പറയുന്നത്. The purpose of a resistor connected in series with the heating element of an automatic electric iron is. ഒരു സീരീസ് ആയിട്ട് നമ്മൾ ഒരു ഹീറ്റിംഗ് എലമെന്റിനെ സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത് ആ
നമ്മളുടെ അയൺ ബോക്സിനകത്തുള്ള ഒരു പൈലറ്റ് ലാമ്പ് ഉണ്ട്, ഒരു ഇൻഡിക്കേഷൻ ലാമ്പ് ഉണ്ട്. ആ ലാമ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്ലൈ ലോ വോൾട്ടേജ് ടു പൈലറ്റ് ലാമ്പ്. In batten wiring, the distance between link clips in vertical run shall not exceed 15 cm. 15 cm സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്, അതിന് മേലെ പോകാൻ പാടില്ല. The process by which an EMF induced in a DC generator is known as. നമുക്ക് EMF ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിലാണ് ഇൻഡ്യൂസ് ചെയ്യുക. ഒന്ന് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFും അതേപോലെ തന്നെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFും. ഇത് ഏതെങ്കിലും മോഷൻ സിറ്റുവേഷനിൽ EMF ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. DC ജനറേറ്റർ ഇതിൻ്റെ റൊട്ടേഷൻ മൂലമാണ് EMF ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ് ആർക്ക് വരുന്നത്? DC ജനറേറ്ററിന് വരുന്നത്. ഇനി സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMFും അതേപോലെ തന്നെ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFും. ഈ രണ്ടും നമ്മൾ സ്റ്റേഷനറി സിറ്റുവേഷനിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ്. ഇത് ട്രാൻസ്ഫോമറിലാണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF വരുന്നത്. ടെസ്റ്റിംഗ് എ വയറിംഗ് ഇൻസ്റ്റലേഷൻ ഫോർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഈസ് ടു എൻഷുർ ദാറ്റ്. നമ്മൾ ഫസ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത് പറഞ്ഞതാണ്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീക്കേജ് കറണ്ട് നമുക്ക് പെർമിറ്റ് ചെയ്ത വാല്യൂവിനേക്കാളും മേലെ ലീക്കേജ് കറണ്ട് എർത്തിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇൻ ദിസ് വയറിംഗ് ടു ഓപ്പറേറ്റ് 3 lamps ഓൾ ഓവർ ഫ്രം ദ 6 two-way switches. ആ വയറിങ്ങിനെ പറയുന്ന പേരാണ് കോറിഡോർ വയറിംഗ്. ഇനി 3 2-way സ്വിച്ച് എന്നായിരുന്നു ക്വസ്റ്റ്യനിൽ ചോദിച്ചതെങ്കിൽ ആ വയറിങ്ങിനെ പറയുന്ന പേരാണ് ടണൽ വയറിംഗ്. ഫ്ലെമിംഗ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF. ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് മോട്ടോർ. ഓക്കെ. ടു ഗെറ്റ് സൈനുസോയിഡൽ വേവ് ഷേപ്പ് ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഒരു സൈനുസോയിഡൽ വേവ് ഷേപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കോയിൽ എന്ന് പറയുന്നത് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനകത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു സൈനുസോയിഡൽ വേവ് ഫോം കിട്ടുന്നത്. ഇൻ എ DC മെഷീൻ ദ കണ്ടക്ടേഴ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ് ആർ സോൾഡേഡ് ടു കമ്മ്യൂട്ടേറ്റർ അറ്റ് ദ. കണ്ടക്ടേഴ്സ് വൈൻഡിങ് ആർമേച്ചറായിട്ട് സോൾഡർ ചെയ്തിരിക്കുന്നത് നമ്മൾ റൈസർ വെച്ചിട്ടാണ്. ദ ഇന്റർപോൾസ് ആർ കണക്റ്റഡ് ഇൻ DC ജനറേറ്റർ. ഇന്റർപോൾസ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ പോൾസിന്റെ ഇടയിലുള്ള പോൾസിനെയാണ് നമ്മൾ ഇന്റർപോൾ എന്ന് പറയുക. ഈ ഇന്റർപോൾ എന്ന് പറയുന്നത് ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഏതാണോ നമ്മളുടെ അടുത്ത പോൾ, ഇതിങ്ങനെയാണ് റൊട്ടേഷൻ എങ്കിൽ അടുത്ത പോൾ ഏതാണോ ആ പോളിന്റെ പൊളാരിറ്റി തന്നെയായിരിക്കും ഇന്റർപോളിന് ഉണ്ടാവുക. ഒന്ന് ആർമേച്ചറിന് സീരീസ് ആയിരിക്കും. അതേപോലെ തന്നെ വരാൻ പോകുന്ന പോൾ ഏതാണോ, മെയിൻ പോൾ ഏതാണോ ആ പോളിന്റെ അതേ പൊളാരിറ്റിയാണ് ഇന്റർപോളിന് ഉണ്ടാവുക. അപ്പോൾ ഇൻ സീരീസ് വിത്ത് ദ ആർമേച്ചർ ആൻഡ് സെയിം പൊളാരിറ്റി അഹെഡ് ഓഫ് ദി അപ്രോച്ചിങ് പോൾ. അപ്രോച്ച് ചെയ്യുന്ന പോളിന് സെയിം പൊളാരിറ്റിയിലായിരിക്കും ഉണ്ടാവുക. If different quantities of water heated for a same time by the same capacity heaters, then the temperature developed at them. രണ്ട് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഒരേ കപ്പാസിറ്റി ഉള്ള ഹീറ്റർ വെച്ച് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെറിയ ക്വാണ്ടിറ്റി ഉള്ളതിന് ടെമ്പറേച്ചർ കൂടുതലാവുകയും പെട്ടെന്ന് ഹീറ്റ് ആവുകയും ചെയ്യും. വലിയ ക്വാണ്ടിറ്റി ഉള്ളത് ടെമ്പറേച്ചർ കുറവായിരിക്കും. സ്മോളർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വിൽ ഹാവ് ഹയർ ടെമ്പറേച്ചർ ദാൻ ലാർജർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. ഓപ്ഷൻ ബി. ദ മീറ്റർ യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഓഫ് എ ഫർണസ്. നമ്മൾ നോർമലി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് തെർമോമീറ്റർ ആണ്. പക്ഷേ തെർമോമീറ്റർ നമ്മൾ നോർമൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹയർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് പൈറോമീറ്റർ. ഹയർ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൈറോമീറ്റർ യൂസ് ചെയ്യുക. നോർമൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഇതൊരു ടെമ്പറേച്ചർ റെഗുലേറ്റർ ആണ്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് തെർമോസ്റ്റാറ്റ്. അതായത് ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്ത വാല്യൂ അനുസരിച്ച് വരുന്നതിനനുസരിച്ച് അതിനെ കട്ട് ഓഫ് ചെയ്യാനും കട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെഗുലേറ്റർ ആണ് തെർമിസ്റ്റർ എന്ന് പറയുന്നത്. ഹൈഗ്രോമീറ്റർ എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ഹൈഗ്രോമീറ്റർ. Then resistance of a 5 ohm, 5 kilo ohm, 50 kilo ohm, 5 mega ohm are connected in parallel. Their equivalent resistance will be very near to. നമ്മൾ ഒരു റെസിസ്റ്റൻസിനെ കുറച്ച് റെസിസ്റ്റൻസുകൾ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൽ ഏതാണോ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് വാല്യൂ അതിനേക്കാൾ താഴെയായിരിക്കും ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഏതാണോ വലിയ റെസിസ്റ്റൻസ് അതിനേക്കാളും മേലെ ആയിരിക്കും ഇക്വലന്റ് റെസിസ്റ്റൻസ്. ഇപ്പോൾ ഇവിടെ നമ്മളോട് പാരലൽ കണക്ഷൻ ആണ്. അപ്പോൾ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4.5 ഓമിന് 5 ഓമിന് താഴെയായിരിക്കും. അതിനകത്ത് വരുന്നത് ഓപ്ഷൻ 4.5 ആണ്. ഇത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഏതൊരു റേഞ്ചിൽ നിയർലി വരുന്നേ ചോദിച്ചിട്ടുള്ളൂ. എ സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് ലോ റിട്ടൻറ്റിവിറ്റി ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചർ ഓഫ്. റിട്ടൻറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന് അതിൻ്റെ മാഗ്നറ്റിസത്തിനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് റിട്ടൻറ്റിവിറ്റി. അപ്പോൾ നമുക്ക് റിട്ടൻറ്റിവിറ്റി കൂടുതലുള്ള ആളുകളെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? പെർമനൻറ്റ് മാഗ്നറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അതിൽ മാഗ്നറ്റിക് കപ്പാസിറ്റി അവിടെ നിൽക്കുന്നതുകൊണ്ട് അതൊരു പെർമനൻറ്റ് മാഗ്നറ്റായിട്ട് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റും.
പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലോ റിട്ടൻറ്റിവിറ്റിയാണ്. അപ്പോൾ റിട്ടൻറ്റിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മാഗ്നറ്റിസം പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മളതിനെ എനർജൈസ് ചെയ്യുന്ന സമയത്ത് അതിന് മാഗ്നറ്റിസം കിട്ടി, പിന്നെ പെട്ടെന്ന് നമ്മൾ ഡി എനർജൈസ് ചെയ്യുന്ന സമയത്ത് അതിന് മാഗ്നറ്റിസം നഷ്ടപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുക. ഹൈ റിട്ടൻറ്റിവിറ്റി ആണെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് പെർമനൻറ്റ് മാഗ്നറ്റ് ആയിട്ടാണ്. When the fluorescent lamp is switched on, there is some vibrating sound from the choke. This is due to the loose. നമ്മൾ ഫ്ലൂറസെൻറ്റ് ലാമ്പ്, നമ്മുടെ ട്യൂബ് ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തു നിന്ന് ഒരു വൈബ്രേറ്റിംഗ് സൗണ്ട് വരികയാണെങ്കിൽ, അതിൻ്റെ ചോക്കിൽ നിന്നും ഒരു വൈബ്രേറ്റിംഗ് സൗണ്ട് വരികയാണെങ്കിൽ അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ ചോക്കിലുള്ള കോറ് ലൂസ് ആയതാണ്. How big is the peak amplitude of a sine wave with an effective value of 220 volt? Effective value എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്നത് RMS വാല്യൂ ആണ്. VRMS is equal to V phase divided by √2 ആണ്. അപ്പോൾ √2 V phase എന്ന് പറയുന്നത് VRMSനെ നമ്മൾ √2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ √2 × 220, √2 എന്ന് പറഞ്ഞാൽ 1.414, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 311 വോൾട്ട് കിട്ടും. ഓപ്ഷൻ ഡി. Which type of formula may be used for any electrical circuit? എല്ലാ ഇലക്ട്രിക്കൽ സർക്യൂട്ടിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർമുല എന്ന് പറയുന്നത് പവറിൻ്റെ ഫോർമുല P is equal to I² R ആണ്. പിന്നെ കപ്പാസിറ്റീവ് എ സി സർക്യൂട്ടിനകത്ത് കറണ്ട് ലീഡ് ചെയ്യും. കറണ്ട് ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ലാഗ് ചെയ്യുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് കറണ്ട് ലാഗ് ചെയ്യുന്നതല്ല, വോൾട്ടേജ് ലീഡ് ചെയ്യുന്നതല്ല, വോൾട്ടേജ് ലാഗ് ചെയ്യുക അല്ലെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യുക. എത്ര ഡിഗ്രി ആംഗിളിലാണത്? 90 ഡിഗ്രി ആംഗിൾ. പിന്നെ RL പാരലൽ സർക്യൂട്ട്, ഇത് ഓപ്പോസിഷൻ ടു ടോട്ടൽ കറണ്ട്. ഈ ടോട്ടൽ കറണ്ടിന്റെ ഓപ്പോസിഷൻ നമ്മൾ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി റെസിസ്റ്റൻസ് സർക്യൂട്ടുകളിലാണ്, സർക്യൂട്ടുകളിലാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി കപ്പാസിറ്റൻസിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡക്റ്റൻസിൻ്റെയോ കേസിൽ അതിനെ പറയുന്ന പേരാണ് റിയാക്റ്റൻസ്. ഇനി ഇതിൻ്റെ കോമ്പിനേഷനിൽ ഏതെങ്കിലും കോമ്പിനേഷൻ ആയിക്കോട്ടെ, RC ആയിക്കോട്ടെ, RL ആയിക്കോട്ടെ, RLC ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കോമ്പിനേഷനുകൾ വരുന്ന സമയത്ത് അവിടെ ടോട്ടൽ ഓപ്പോസിഷനെ പറയുന്ന പേരാണ് ഇംപിഡൻസ്. ഓപ്ഷൻ ബി. 51. A 4-pole simplex lap wound armature have 48 slots. Each slot has 4 conductors and each conductor is having resistance of 0.1 ohm. What will be the total armature resistance? അപ്പോൾ നമുക്ക് 4 പോളുള്ള ഒരു ഇതിനകത്ത് 48 സ്ലോട്ടിൽ 4 കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ മൊത്തം കണ്ടക്ടറുടെ എണ്ണം 48 × 4 എന്ന് പറയുന്നത് 192 കണ്ടക്ടേഴ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ 192 കണ്ടക്ടേഴ്സിൽ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.1 ആണെങ്കിൽ മൊത്തം 192ൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 192 × 0.1, ദാറ്റ് ഈസ് 19.2 ഓം ആണ് ആർമേച്ചർ റെസിസ്റ്റൻസ് വരിക. ഇതിനകത്ത് ഓപ്ഷനിൽ ആൻസർ ഇല്ല. സ്പീഡ് ഓഫ് DC ഷണ്ട് മോട്ടോർ ഹാസ് ടു ബി കൺട്രോൾഡ് ത്രൂ ദ ഫീൽഡ്. വിച്ച് സ്റ്റാർട്ടർ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻ ദിസ് കേസ്? നമ്മൾ DC മെഷീൻസിൻ്റെ സ്റ്റാർട്ടറായിട്ട് 3 സ്റ്റാർട്ടറാണ് നമ്മൾ DC മെഷീൻസിൻ്റെ സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യുക. 2 പോയിൻറ്റ് സ്റ്റാർട്ടറും, 3 പോയിൻറ്റ് സ്റ്റാർട്ടർ, 4 പോയിൻറ്റ് സ്റ്റാർട്ടർ. ഇതിനകത്ത് 2 പോയിൻറ്റ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് നമ്മൾ DC സീരീസ് മോട്ടറിലാണ്. 3 പോയിൻറ്റ് സ്റ്റാർട്ടറും 4 പോയിൻറ്റ് സ്റ്റാർട്ടറും യൂസ് ചെയ്യുന്നത് DC ഷണ്ട് മോട്ടറിലാണ്. അപ്പോൾ ഷണ്ട് മോട്ടറിൽ നോർമലി 3 പോയിൻറ്റ് സ്റ്റാർട്ടറാണ് യൂസ് ചെയ്യുക. ഷണ്ട് മോട്ടറിനകത്ത് നമുക്ക് എന്തെങ്കിലും സ്പീഡ് കൺട്രോൾ വേണ്ട സമയത്താണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? 4 പോയിൻറ്റ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷണ്ട് കൺട്രോളിന് കൺട്രോളിങ് ആവശ്യമുള്ളപ്പോൾ, സ്പീഡ് കൺട്രോൾ ആവശ്യമുള്ളപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 4 പോയിൻറ്റ് സ്റ്റാർട്ടറാണ്. ഡ്യുവൽ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റാർട്ടറാണ്. ലെസ് ദാൻ 5 കിലോവാട്ടിനുള്ള റേഞ്ചിലുള്ള കപ്പാസിറ്റിയുള്ള സ്റ്റാർട്ടറുകൾക്ക് യൂസ് ചെയ്യുന്നതാണ്. മോട്ടറുകൾക്ക് യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടറാണ് ഡ്യുവൽ സ്റ്റാർട്ടർ. എ വെരി ലോ വാല്യൂ ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഇൻഡിക്കേറ്റ്സ്. വെരി ലോ വാല്യൂ ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഇൻഡിക്കേറ്റ്സ് അതിൻ്റെ അകത്തുള്ള ഇൻസുലേഷൻ ഫെയിലിയർ ആണ് എന്നാണ് കണ്ടീഷൻ. ഇൻസുലേഷൻ ഫെയിലിയർ ആണെങ്കിൽ ദർ ഷുഡ് ബി ആൻ ഇമ്മീഡിയറ്റ് ഇൻവെസ്റ്റിഗേഷൻ. The magnetic field produced in the stator of a 3-phase induction motor travels at a synchronous speed. Main field travel ചെയ്യുന്നത് synchronous സ്പീഡിലായിരിക്കും. The motor which requires least maintenance, ഏറ്റവും മെയിൻ്റനൻസ് കുറഞ്ഞ മോട്ടർ എന്ന് പറയുന്നത് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറാണ്. ഇതിനകത്ത് DC മോട്ടോഴ്സിനെല്ലാം കമ്മ്യൂട്ടേറ്റർ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ മെയിൻ്റനൻസ് കൂടുതലായിരിക്കും. When testing the shunt winding of a DC machines for a continuity with test lamp of high voltage, the probes when touched on the shunt field terminals give sparks. Reason means അതിനകത്തുള്ള ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന് ലോ റെസിസ്റ്റൻസ് കാരണമാണ് ആ സ്പാർക്ക് ഉണ്ടാകുന്നത്. The main function of a no volt coil generally used a motor starter is. No volt coilനെ ഒരു മോട്ടറിൻ്റെ സ്റ്റാർട്ടറിൽ യൂസ് ചെയ്യുന്ന നോ വോൾട്ട് കോയിലിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോട്ടോറിൻ്റെ സപ്ലൈ വോൾട്ടേജിൽ നിന്നും എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ, റേറ്റഡ് വോൾട്ടേജിൽ നിന്നും വേരിയേഷൻ താഴെ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മളെ മോട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോ വോൾട്ട് കോയിൽ യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ മോട്ടറിൻ്റെ മെയിൻ കോൺടാക്റ്റ് ഓപ്പൺ ചെയ്തിട്ട്
ഇനി പിന്നെ മാനുവലി ചെയ്യുന്നത് വരെ മെയിൻ കോൺടാക്റ്റിനെ ഓപ്പൺ ചെയ്ത് വെക്കുകയാണ് നമ്മൾ നോ വോൾട്ട് കോയിൽ ചെയ്യുന്നത്. ഓപ്ഷൻ ബി. അയർ നമ്പർ 7 ഈസ് എ അലൂമിനിയം സോൾഡറിംഗ് ഫ്ലെക്സ്. അലൂമിനിയത്തിൻ്റെ സോൾഡറിംഗ് ഫ്ലെക്സിനെയാണ് അയർ നമ്പർ 7 എന്ന് പറയുന്നത്. In a DOL starter, a no volt coil is connected across a phase and a neutral of the 3-phase 415 volt 50 Hz supply and works normally. Then the rating of the no volt ought to be. നമ്മൾ നോ വോൾട്ട് കോയിലിൻ്റെ പർപ്പസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് റേറ്റഡ് വോൾട്ടേജ് ഇന്ന് താഴെ പോയി കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നോ വോൾട്ട് വോൾട്ടേജിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് റേറ്റഡ് വോൾട്ടേജ് തന്നെ ആയിരിക്കണം. 415 വോൾട്ട് 50 ഹെഡ്സ് സപ്ലൈ ആണ് അതിൻ്റെ റേറ്റിംഗ്. അതേ റേറ്റിംഗ് തന്നെ ആയിരിക്കണം ആരും ഉണ്ടായിരിക്കേണ്ടത്, നോ വോൾട്ട് ഗേജിൽ ഉണ്ടായിരിക്കേണ്ടത്. അതേപോലെ നോ വോൾട്ട് കോയിലിന് സ്റ്റാർട്ടിംഗ് കറണ്ടിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ദ സ്റ്റാർട്ടിംഗ് കറണ്ട് ഓഫ് എ 220 വോൾട്ട് 10 HP ഷണ്ട് motor having armature resistance of 0.2 ohm without starter is 220 volt 10 HP starter having resistance 0.2 ആണ്. Current is equal to voltage by resistance, that's equal to 220 divided by 0.2, that's equal to 1100 ampere. Option B. In a DC generator, if the field circuit resistance is more than field critical resistance, field critical resistance നെ മേലെ പോയി കഴിഞ്ഞാൽ അതൊരിക്കലും എന്ത് ജനറേറ്റ് ചെയ്യില്ല, വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യില്ല. വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫീൽഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി ലെസ് ദാൻ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. മെട്രിക് ഹോഴ്സ് പവർ ഇസ് ഈക്വൽ ടു 1 മെട്രിക് ഹോഴ്സ് പവർ ഇസ് ഈക്വൽ ടു 735.5 വാട്ട്സ്. ആൻസറിൽ ഓപ്ഷൻ ഇല്ല. 746 എന്ന് പറയുന്നത് 1 HP ആണ്. When remote on and off are used, the remote on button should be connected with the existing on button. നമ്മളൊരു സ്റ്റാർട്ടറിനകത്ത് ഓൺ ബട്ടനും ഓഫ് ബട്ടനും ഒരു എക്സ്ട്രാ റിമോട്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓൺ ബട്ടൺ, റിമോട്ടിൻ്റെ ഓൺ ബട്ടൺ ഇപ്പോൾ ഉള്ള ഓൺ ബട്ടനെ പാരലലായിട്ടും റിമോട്ടിൻ്റെ ഓഫ് ബട്ടൺ ഇപ്പോൾ ഉള്ള ഓഫ് ബട്ടണ് സീരീസ് ആയിട്ടുമാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഓൺ ബട്ടൺ ആണ് ചോദിച്ചത്, അത് പാരലലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. While running, the rotor frequency of a 3-phase induction motor is equal to stator frequency into slip. സ്ലിപ്പിൻ്റെയും സ്റ്റേറ്റർ ഫ്രീക്വൻസിൻ്റെയും പ്രോഡക്റ്റ് ആണ് റോട്ടർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. When a single phase supply is connected across a single phase winding of a motor, the nature of the magnetic field produces. അപ്പോൾ സിംഗിൾ ഫേസ് മോട്ടറിൽ നമ്മൾ സിംഗിൾ ഫേസ് സപ്ലൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് പൾസേറ്റിംഗ് നേച്ചറിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. When remote pushes buttons are used, when remote push buttons are used, start push button are wired in. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാണ് സ്റ്റാർട്ട് പുഷ് ബട്ടൺ അല്ലെങ്കിൽ ഓൺ പുഷ് ബട്ടൺ ചെയ്യേണ്ടത് പാരലൽ ആയിട്ടും സ്റ്റോപ്പ് പുഷ് ബട്ടൺ ചെയ്യേണ്ടത് സീരീസ് ആയിട്ടുമാണ്. ഓപ്ഷൻ സി. In a manual starter starter, the stop button connection is in series with stop push button connection in series with no volt coil and overload relay. ഓവർലോഡ് റിലേക്കും നോ വോൾട്ട് കോയിലും സീരീസ് ആയിട്ടാണ് ആരെ കണക്ട് ചെയ്യുന്നത്, സ്റ്റോപ്പ് ബട്ടണിനെ കണക്ട് ചെയ്യുന്നത് സ്റ്റാർട്ടറിനകത്ത്. ആഫ്റ്റർ റിപ്പീറ്റഡ് മെൽറ്റിംഗ് ഓഫ് സോൾഡർ ടു കോമ്പൻസേറ്റ് ദ ലോസ് ഇറ്റ് ഈസ് നെസസറി ടു ആഡ്. നമ്മൾ സോൾഡറിങ് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് മെൽറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ലോസ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടിന്നാണ്. അതിനകത്ത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് ടിന്നാണ്. While measuring unknown voltages with multimeter, it is recommended to select the dash ranges available. അപ്പോൾ എനിക്കൊരു മൾട്ടിമീറ്റർ വെച്ചിങ്ങാണ്ട് എനിക്ക് അറിയാത്ത അൺനോൺ ആയിട്ടുള്ള എൻ്റെ കയ്യിൽ അറിയാത്ത ഒരു വോൾട്ടേജിനെ മെഷർ ചെയ്യാണ്. അത്തരം സിറ്റുവേഷൻസിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഏതാണോ ഏറ്റവും ഹയർ റേഞ്ച്, ആ ഹയർ റേഞ്ചിൽ എനിക്ക് അറിയില്ല എത്രയാണ് വോൾട്ടേജ് വരുന്നത്, അതുകൊണ്ട് തന്നെ മൾട്ടിമീറ്ററിലെ ഏറ്റവും ഹയർ റേഞ്ചിലാണ് നമ്മൾ ആദ്യം നോബ് ഇടേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ താഴേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഇടേണ്ടത് ഹയസ്റ്റ് റേഞ്ചിലാണ്. The shunt type ohmmeter will have zero reading at the shunt type ohmmeter എന്ന് പറയുന്നത് നോർമൽ സ്കെയിലുള്ള ഓർമീറ്ററിലാണ്, ലെഫ്റ്റ് സൈഡിലായിരിക്കും അതിൻ്റെ എന്ത് വരുന്നത്, സീറോ വരുന്നത്. സീരീസ് ടൈപ്പ് ഓമീറ്റർ ആണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും ആര് വരുന്നത്, സീറോ വരുന്നത്. ഇൻവേഴ്സ് സ്കെയിലാണ്. എ പാനൽ ടൈപ്പ് വോൾട്ട്മീറ്റർ വിത്ത് എ പെൻ മൂവിങ് ഓൺ എ ഗ്രാഫ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ്. നമുക്ക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് രണ്ട് രീതിയിലാണ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിനെ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സും രണ്ടാമത് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സും. അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻസ്ട്രുമെൻറ്റ് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും റീഡിങ് തരില്ല, മറിച്ച് ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു കോൺസ്റ്റൻറ്റും അതിൻ്റെ ഒരു ഡിഫ്ലക്ഷനുമാണ് തരിക. എന്നിട്ട് ആ ഡിഫ്ലക്ഷനെ നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റ് കോൺസ്റ്റൻറ്റുമായിട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആസ് പെർ ദ പ്രൊസീജിയറുള്ള കാൽക്കുലേഷൻസ് ചെയ്തിട്ടോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റീഡിങ് കണ്ടുപിടിക്കുന്നത്. അത്തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുക. ഒരു എക്സാമ്പിളാണ് ടാൻജൻറ്റ് ഗാലനോമീറ്റർ. ഇനി സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ മെഷർ ചെയ്യേണ്ടത് ആ മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റിയെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്കെയിലിനകത്ത് കാണിക്കുകയാണെങ്കിൽ ആ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റിനെയാണ് നമ്മൾ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ 3 ടൈപ്പാണുള്ളത്. ഒന്ന് ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്, രണ്ടാമത് ഇൻറ്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്, മൂന്നാമത് റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്.
ഇതിൽ ഇൻഡിക്കേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആ ഇൻസ്ട്രുമെൻറ്റ് റീഡിങ് ഡയറക്റ്റ് ആയിട്ട് മീറ്ററിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കും. ഡയറക്റ്റ് ആയിട്ട് ആ മീറ്ററിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ഇൻഡിക്കേറ്റിംഗ്. നമ്മൾ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ ഇതൊക്കെ ആ റേഞ്ചിൽ വരുന്ന ആളുകളാണ്, ആ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. ഇൻറ്റിഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നു, ആ മെഷർ ചെയ്ത ക്വാണ്ടിറ്റിയെ തൊട്ട് മുമ്പ് ആ ക്വാണ്ടിറ്റി എന്തായിരുന്നോ വാല്യൂ അതിനോട് ആഡ് ചെയ്തിട്ട്, അതായത് പ്രീവിയസ് വാല്യൂസിനോട് കറണ്ട് വാല്യൂ ആഡ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് തരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഇൻറ്റിഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതിനൊരു എക്സാമ്പിളാണ് എനർജി മീറ്റർ. ഇനി റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ കൂടെ ഒരു പെന്നും ഒരു ഗ്രാഫും ഉണ്ടാവും. അപ്പോൾ കിട്ടുന്ന റീഡിങ് ഈ പേന ഗ്രാഫിനകത്ത് ഇങ്ങനെ പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സിനെയാണ് റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയാം. അപ്പോൾ ഒരു പെന്നും ഗ്രാഫും ഉള്ള ഇൻസ്ട്രുമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും റെക്കോർഡിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. PMMC അമ്മീറ്റർ ഹാവ് യൂണിഫോം സ്കെയിൽ. PMMC അമ്മീറ്ററിന്, പെർമനന്റ് മാഗ്നറ്റിക് മൂവിംഗ് കോയിൽ അമ്മീറ്ററിന് യൂണിഫോം സ്കെയിൽ വരാൻ കാരണം അതിൻ്റെ ഡിഫ്ലക്ഷൻ കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ്. ഇനി MI ഇൻസ്ട്രുമെൻറ്റിൽ ക്രാങ്ക്ഡ് സ്കെയിൽ വരാൻ കാരണം അതിൻ്റെ ഡിഫ്ലക്ഷൻ കറണ്ടിൻ്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ് അതിൻ്റെ ക്രാങ്ക്ഡ് സ്കെയിൽ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡിഫ്ലക്ഷൻ ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ് അതിന് യൂണിഫോം സ്കെയിൽ വരുന്നത്. ദ കൺട്രോൾ ഫോഴ്സ് എംപ്ലോയിഡ് ഇൻ എ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് ക്യാൻ ബി കെപ്റ്റ് ഇൻ എനി പൊസിഷൻ. നമുക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റിനകത്ത് രണ്ട് രീതിയിലാണ് കൺട്രോളിംഗ് മെക്കാനിസം ഉള്ളത്. ഒന്ന് സ്പ്രിംഗ് കൺട്രോളും അതേപോലെ തന്നെ രണ്ടാമത്തതാണ് ഗ്രാവിറ്റി കൺട്രോളും. സ്പ്രിംഗ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്പിൻഡിലിൻ്റെ മേലെയും താഴെയും രണ്ട് ഫോസ്ഫറസ് ബോൺസ് ഹെലിക്കൽ സ്പ്രിംഗ് വെച്ചിട്ട് നമ്മൾ അതിന് കൺട്രോളിംഗ് മെക്കാനിസം കൊടുക്കുന്നതാണ് സ്പ്രിംഗ് കൺട്രോൾ. ഇത് പ്യുവർലി ബേസ്ഡ് ഓൺ ദി മെക്കാനിക്കൽ കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ഈ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ഇൻസ്ട്രുമെൻ്റ് ആണ് ഗ്രാവിറ്റി ടൈപ്പ് കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റ്സ്. അതിനകത്ത് നമ്മൾ 90 ഡിഗ്രി ആംഗിൾ വെച്ചിരിക്കുന്ന രണ്ട് വെയിറ്റുകൾ എർത്തിൻ്റെ ഗ്രാവിറ്റി ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യിച്ചിട്ടാണ് നമ്മൾ ഗ്രാവിറ്റി കൺട്രോൾ മെക്കാനിസം കൊണ്ടുവരുന്നത്. അപ്പോൾ എർത്തിൻ്റെ ഗ്രാവിറ്റി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ എർത്തിൻ്റെ ഗ്രാവിറ്റി ഈ വെയിറ്റുകൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വെയിറ്റുകൾ വെർട്ടിക്കൽ പൊസിഷനിലായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഇൻസ്ട്രുമെൻറ്റ് വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഗ്രാവിറ്റി കൺട്രോൾഡ്. കൺട്രോൾ ഫേഴ്സ് ഇൻഡിക്കേറ്റിംഗ് ക്യാൻ ബി കെപ്റ്റ് ഇൻ എനി പൊസിഷൻ ആണ് ചോദിച്ചത്. അപ്പോൾ സ്പ്രിംഗ് കൺട്രോൾ ആണ് ആൻസർ വരിക. അപ്പോൾ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ കൺട്രോളും അതേപോലെ തന്നെ ഹൈഡ്രോളിക് ഫ്രിക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് രണ്ട് ഡാമ്പിംഗ് കൺട്രോൾ മെക്കാനിസമാണ്, ഫ്ലൂയിഡ് ഫ്രിക്ഷനും ഹൈഡ്രോളിക് ഫ്രിക്ഷനും. മോസ്റ്റ് ഓഫ് ദ ആക്സിഡൻറ്റ്സ് ഹാപ്പൺ വൈൽ ചിപ്പിംഗ് ഡ്യൂ ടു ലൂസ് ഹാമർ ഹാൻഡിൽസ് കറക്റ്റാണ്, മഷ്റൂം ചിസൽ ഹെഡ് ചിസൽ കറക്റ്റാണ്, ഫെയിലിയർ ഓഫ് ടിഷ്യൂസ് ചിപ്പ് കറക്റ്റാണ്. എനി ഓഫ് ദി എബോ, ഏതെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ നമുക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എ ടോങ് ടെസ്റ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ്. ടോങ് ടെസ്റ്റർ അല്ലെങ്കിൽ ക്ലാംബോൺ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിനെ ഡിസ്റ്റർബ് ചെയ്യാതെ അതിൻ്റെ റീഡിങ് മെഷർ ചെയ്യാൻ, കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ടോങ് ടെസ്റ്റർ അല്ലെങ്കിൽ ക്ലാംബോൺ മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വയറിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഒരു ക്ലാംബോൺ മീറ്റർ ക്ലാമ്പ് ചെയ്ത് വെക്കും, അതിൻ്റെ കൂടെ ഒരു അമ്മീറ്റർ ഉണ്ടാവും. ഓക്കെ, ഈ ക്ലാമ്പ് ചെയ്തിരിക്കുന്ന പോർഷൻ CT ആണ്, കറണ്ട് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ടോങ് ടെസ്റ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്ലാംബോൺ മീറ്റർ എന്ന് പറയുന്നത് ഒരു കറണ്ട് ട്രാൻസ്ഫോമറും അമ്മീറ്ററിൻ്റെയും കോമ്പിനേഷനാണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് കറണ്ട് ട്രാൻസ്ഫോമർ വിത്ത് ആൻ അമ്മീറ്റർ. എ കൂളൻ്റ് ഈസ് യൂസ്ഡ് ഫോർ കൂളിംഗ്. കൂളൻ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കട്ടിംഗ് ടോളിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂളൻ്റ് യൂസ് ചെയ്യുന്നത്. ആസ് കമ്പയർഡ് ടു ആൻ ആംപ്ലിഫയർ എ ട്രാൻസ്ഫോമർ കനോട്ട്. ആംപ്ലിഫയറും ട്രാൻസ്ഫോമറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിഫയർ ഒരു ലോ പവർ ഇൻപുട്ടിനെ ഹൈ പവർ ഇൻപുട്ട് ആക്കിയിട്ട് മാറ്റും. എന്നാൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് പവറിനെ ട്രാൻസ്ഫോം ചെയ്യുള്ളൂ. അതിനകത്ത് പവർ എന്ത് ചെയ്യുന്നില്ല, ഇൻക്രീസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യുന്നില്ല. എന്തായിരുന്നോ ഇൻപുട്ടിൽ ഉണ്ടായിരുന്ന പവർ അതേ പവർ തന്നെയാണ് ഔട്ട്പുട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ നമ്മൾ കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും വാല്യൂസ് എന്ത് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു. അതിന് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു, അത്രയേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ആംപ്ലിഫയർ ചെറിയ ഔട്ട്പുട്ടിനെ വലിയ ഔട്ട്പുട്ടാക്കി മാറ്റും. അപ്പോൾ ആംപ്ലിഫയറും ട്രാൻസ്ഫോമറും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. അത് ഇൻക്രീസസ് ദി ആസ് കമ്പയർഡ് ടു ആൻ ആംപ്ലിഫയർ എ ട്രാൻസ്ഫോമർ കനോട്ട് ഇൻക്രീസ് ദി ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ല, ഔട്ട്പുട്ട് പവർ ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. ഔട്ട്പുട്ട് വോൾട്ടേജ് കറണ്ടും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ക്രാക്കിൾ ടെസ്റ്റ് ഓൺ എ ട്രാൻസ്ഫോമർ ഓയിൽ ഈസ് കണ്ടക്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രസൻസ് ഓഫ്. നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഓയിലിനകത്ത് നമ്മൾ ക്രാക്കിൾ ടെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോയ്സ്ചർ കണ്ടന്റ് ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ആണ് അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ മിനിമം ആക്ച്വൽ ലോഡ്. ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് മിനിമം ആക്ച്വൽ ലോഡ് അഗെയിൻസ്റ്റ് മാക്സിമം ലോഡ് അല്ലെങ്കിൽ സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡിനെയാണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. എ തെർമിസ്റ്റർ ഈസ് എ ഡിവൈസ് ഹൂസ് റെസിസ്റ്റൻസ്. തെർമിസ്റ്റർ എന്ന് പറയുന്നത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ NTC റെസിസ്റ്ററിനെയാണ് നമ്മൾ തെർമിസ്റ്റർ എന്ന് പറയുക. അതിനകത്ത് തെർമിസ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. അതൊരു നെഗറ്റീവ് റിലേഷനാണ് റെസിസ്റ്റൻസുമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ NTC അല്ലെങ്കിൽ തെർമിസ്റ്റർ എന്ന് പറയുന്നത്.
ഇനി ഇതേപോലെ തന്നെ ഒരു സാധനമാണ് സെൻസിസ്റ്റർ. സെൻസിസ്റ്റർ എന്ന് പറയുന്നത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ള ആളാണ് സെൻസിസ്റ്റർ അല്ലെങ്കിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എ തെർമിസ്റ്റർ ഈസ് എ ഡിവൈസ് ഹൂസ് റെസിസ്റ്റൻസ് റെഡ്യൂസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്തുള്ള 80 ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 20 ക്വസ്റ്റ്യൻസ് ജനറൽ നോളജ് ആണ്. ഇപ്പോൾ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ടെക്നിക്കൽ എക്സാമുകൾക്ക് ഉണ്ടാവാറില്ല. പ്യുവർ ടെക്നിക്കൽ 100 ക്വസ്റ്റ്യൻസും ടെക്നിക്കലാണ്. ഇത് കുറച്ച് പഴയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ ഏകദേശം 2022 അല്ലെങ്കിൽ 2020 ആ ഒരു റേഞ്ചുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഏകദേശം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിലേക്ക് പോകുന്നത്. ഇനിയും കുറച്ചും കൂടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ പോകാൻ അപ് ടു ഒരു 2014 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാം. 2014 അല്ലെങ്കിൽ 2010 ആ റേഞ്ചിലുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് മുമ്പ് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. സോ ഇത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.